മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി. മേടമാസം വന്നു, വിഷുക്കാലം വന്നു. എല്ലാം കൊന്നകളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കണു. കണ്ണിന് നയനമനോഹര കാഴ്ചയാണ് എപ്പോഴും മനസ്സിന് സുഖം നൽകുക. അപ്പൊ അതുപോലെ നയനമനോഹര കാഴ്ചയാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. ഇവിടെ നിറഞ്ഞു നിൽക്കണുണ്ട്. അത് വലിയ ഒരു നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അത് പ്രത്യേകിച്ച് മഞ്ഞ കളർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ. മഞ്ഞ അറിയാലോ, സന്തോഷത്തിന്റെ നിറമാണ് മഞ്ഞ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലവും ഇതേപോലെ മേടത്തിൽ വിഷു വന്നെത്തി. അപ്പോൾ ഓരോ പുതിയ വർഷവും നമ്മൾക്ക് തുടക്കം ഒരു പുതുവർഷ ദൈവിക ദർശനത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പുതുവർഷ ആരംഭം. കാരണം ഈ കൃഷ്ണനെ കണിവെച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷം നമ്മുടെ പുതുവർഷ ആരംഭത്തിന്റെ തുടക്കമുള്ളത്. അത് വിഷുക്കണി വെക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അപ്പൊ നമ്മള് എല്ലാവരും പറ്റണ രീതിയിലെല്ലാം ഹിന്ദുക്കളും എന്നല്ല, പറ്റണ ചില ആൾക്കാര് ജാതി മതമൊന്നും നോക്കാറില്ല. എല്ലാവരും വിഷു ഒന്ന് കണി വെക്കും. ഓണത്തിന് സദ്യ ഒരുക്കണ പോലെ. നമ്മളിലുള്ള ഭയത്തെ അകറ്റാനും സന്തോഷത്തെ വരവേൽക്കും കൂടിയാണ് ഈ വിഷുക്കണി. അപ്പൊ ഈ വിഷുക്കണിക്ക് ഒരുക്കേണ്ട ഇതെന്തെല്ലാം ആദ്യം നമുക്ക് നോക്കാം. ആദ്യം കണി വെക്കണ സ്ഥലം നന്നായി വൃത്തിയാക്കി വെക്കുക. പൂജാ റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ പൂജാ റൂമിൽ വെക്കുക. ഇല്ല, നിങ്ങൾക്ക് പൂജാ റൂം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ അതിനായിട്ട് ഒരുക്കങ്ങൾ നടത്തുക. അപ്പോൾ ഉരുളി ഇല്ലാത്ത ആൾക്കാർ വലിയ തളിക ഉണ്ടെങ്കിൽ ആ തളികയായാലും മതി. ഇനി അതും ഇല്ലെങ്കിൽ ഒരു വാഴയിലെങ്കിലും വെട്ടിയിട്ട് കൃഷ്ണനെ വെച്ചിട്ട് ഒരു പീഠം ഉണ്ടെങ്കിൽ ആ പീഠത്തിൽ കൃഷ്ണനെ അലങ്കരിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ, ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് കൃഷ്ണന്റെ വിഗ്രഹം ഇല്ല, കാരണം എന്താണോ നമ്മളിലുള്ള സത്ത അതാണ്. അല്ലാതെ നിങ്ങൾക്ക് വിഗ്രഹം ഇല്ല, കൃഷ്ണന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പേടിച്ച് ഓടിപ്പോയി ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾ കണി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സ്ഥലത്ത് പൂജാ റൂമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയുള്ള സ്ഥലവും വൃത്തിയായിട്ട് ഒരുക്കുക. എന്നിട്ട് കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് വെക്കുക. കണിക്കൊന്ന അത് മസ്റ്റാണ്. കണിക്കൊന്ന വിളക്കും 5 തിരിയിട്ട വിളക്കും മസ്റ്റാണ്. അതില്ലാതെ നിങ്ങൾ കണി വെക്കരുത്. അതിനുശേഷം വാൽക്കണ്ണാടി, ഒരു വാൽക്കണ്ണാടി വെക്കുന്നത് നമ്മളെ തന്നെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു വാൽക്കണ്ണാടി വെക്കണം. പിന്നെ മുള്ളുള്ള ഫലങ്ങളൊന്നും വെക്കരുത്. ഈ ചക്ക, പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ, മുള്ളുള്ള ഒരു ഫലവും കണിയിൽ വെക്കരുത്. ബാക്കി നിങ്ങൾക്ക് എന്തെല്ലാം പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും വെക്കാമെങ്കിൽ അതെല്ലാം വെക്കാം. മുള്ളുള്ളത് ഒഴിവാക്കണം. തേങ്ങ വെക്കുക കേട്ടോ. തേങ്ങ അതുപോലെ വെട്ടി 2 കഷ്ണാക്കിയിട്ട് രണ്ടിലും ആ വെള്ളത്തോട് കൂടിയിട്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചാൽ 5 തിരിയിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെക്കുക. പിന്നെ ഒരു പിടി നാണയം, ചില്ലറ പൈസ ആയിരിക്കണം. അതിപ്പോൾ ഈ ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, അതാണെങ്കിൽ, അതായത് സ്വർണ്ണ നാണയമല്ല, ഉണ്ടെങ്കിൽ സ്വർണ്ണ നാണയം വെക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ ബ്രാസിന്റെ കോയിൻ ഉണ്ടല്ലോ, ആ കോയിൻ വെക്കുക. അത് ഒരു പിടി വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മുണ്ട്, കോടിമുണ്ട്, ഒരു കോടി വസ്ത്രം നിർബന്ധമാണ് വെക്കണമെങ്കിൽ. പിന്നെ പറ വെക്കണമെങ്കിൽ അരിയോ മറ്റു നെല്ലോ മലരോ എന്ത് വേണേലും നിങ്ങൾക്ക് പറ വെക്കണമെങ്കിൽ പറ വെക്കാം. വേണ്ട 2 സാധനം, ഒരു വിഗ്രഹം കണ്ണന്റെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ, ഒരു നെയ്വർക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ഈ എന്താ പറയുക, കണിക്കൊന്ന, ഇത് 3ഉം എന്തായാലും നിർബന്ധമായിട്ട് വെക്കുക. കണ്ണാടി വേണം. അപ്പൊ ഈ കണ്ണാടി ഉരുളിയിൽ വെക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മളെ കാണുന്ന രീതിയിൽ വേണം കണ്ണാടി വെക്കേണ്ടത്. കാരണം നമ്മൾ ആദ്യം കൃഷ്ണനെ നോക്കിയതിനു ശേഷം നമ്മുടെ മുഖമാണ് നമ്മൾ കണ്ണാടിയിൽ കാണേണ്ടത്. അപ്പോ അതിനുശേഷം ഉരുളിയിൽ എല്ലാതും കൂടി വെക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെക്കാം, മുള്ളുള്ളത് ഒഴിച്ചൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ, കണിവെള്ളരി, ഇതൊക്കെ വെക്കാം. മുള്ളുള്ളത് ഒഴിവാക്കുക. എല്ലാം ഉരുളിയിൽ വെച്ചിട്ട് വാൽക്കണ്ണാടിയിൽ മുഖം നോക്കണ രീതിയിൽ വാൽക്കണ്ണാടി വെക്കുക. അപ്പോൾ എന്നിട്ട് പുലർച്ചെ 2:30 മുതൽ അങ്ങോട്ട് കണി കാണാനുള്ള സമയമായി. അപ്പൊ 2:30 ഒക്കെ എണീറ്റ് നിങ്ങൾ പോയി കുളിച്ച് കണി ഒരുക്കിയതിന് ശേഷം, അല്ലെങ്കിൽ തലേദിവസം രാത്രി കുളിച്ച് കണി ഒരുക്കി വെച്ചതിന് ശേഷം നിങ്ങൾ വിളക്ക് കത്തിക്കരുത്. വിളക്ക് രാവിലെ പുലർച്ചെ എണീച്ച് കത്തിച്ചിട്ട് വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചാൽ മതി. കണിയെല്ലാം ഒരുക്കി വെക്കുക. വിളക്ക് പുലർച്ചെ എണീറ്റ് കുളിച്ചതിന് ശേഷമാണ് വിളക്ക് കൊളുത്താൻ പാടുള്ളൂ. പാടുള്ളൂ എന്നല്ല, കരിന്തിരി കത്തിച്ചിട്ട് അത് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ പുലർച്ചെ നേരത്തെ എണീറ്റ് കുളിച്ച് നിങ്ങൾ തലേദിവസം ഒരുക്കിയ കണി പുലർച്ചെ രാവിലെ വന്നിട്ട് മറ്റുള്ള അംഗങ്ങളെയും വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കനായിട്ട് മുമ്പേ നിലവിളക്ക് 5 തിരിച്ചിട്ട് കത്തിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മളിലുള്ള സ്വർണ്ണങ്ങൾ, പണം എല്ലാം നമ്മൾ അവിടെ സമർപ്പിക്കുക. കാരണം നമ്മൾ അവിടെ സമർപ്പിച്ചിട്ടാണ് തിരിച്ചെടുക്കണത്. അത് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വലിയൊരു എന്താ പറയാ വലിയ മൂല്യം ഉള്ള ഒരു അല്ലെങ്കിൽ വലിയ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളാണ്. എല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കണത്. അപ്പൊ അവിടെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ
കൃഷ്ണന്റെ മനസ്സിലെ ആസുരികതയെ നിയന്ത്രിക്കണ അല്ലെങ്കിൽ അസുരത്വത്തെ ജയിക്കണ ഒരു സങ്കല്പമായിട്ടാണ് കൃഷ്ണനെ നമ്മളവിടെ സങ്കല്പിച്ചു വെച്ചേക്കണത്. അതുകൊണ്ടാണ് കൃഷ്ണനെ ഈ കണിയിൽ വെക്കണത്. അപ്പൊ കൃഷ്ണന് ഒരു പുതിയ ഒരു ധീരമായ തുടക്കവും സ്നേഹവും നിർമ്മലത. ഇനി വിഷുവിന് എന്തിനാണ് കണ്ണൻ എന്നുള്ളത് ഒരു ചോദ്യം ഉണ്ടാവുക നിങ്ങളുടെ മനസ്സിലൊക്കെ. ഇതാണ് പറയണത്. പുരാണങ്ങളല്ല ഒരു ഐതിഹ്യം പറയണത് നമ്മളുടെ കാലഗണന പ്രകാരം ഈ വിഷു ആണ് ആദ്യ ദിനം. കാലഗണനയിൽ ആദ്യ ദിനം വരുന്നത് വിഷു ആണ്. അപ്പോൾ ഈ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന്റെ ദിനം തലേദിവസമാണ്. അതായത് വിഷുവിന്റെ തലേദിവസം. അപ്പൊ കലി ഈ വർഷാരംഭത്തില് തലേദിവസമാണ് ശ്രീകൃഷ്ണൻ ഗാരോഹണം നടത്തിയെന്നും അതിന്റെ പിറ്റേ ദിവസമാണ് വിഷു എന്നുള്ളതാണ്. അതായത് അസുരത്വത്തെ ജയിച്ചിട്ട് ഉള്ള വിജയത്തെയാണ് വിഷുവായിട്ട് സങ്കല്പിക്കുന്നത്. അത് ശ്രീരാമനെ ബന്ധപ്പെട്ടിട്ടും ചില ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നീ കാണുന്നത് നീ തന്നെയാണെന്നുള്ളൊരു സങ്കല്പമാണ് കൃഷ്ണനെ സങ്കല്പിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലെ ആസുരികതയും അല്ലെങ്കിൽ അസുരത്വത്തെയും ജയിച്ചിട്ട് ആ കൃഷ്ണനെ നമ്മൾ കാണാൻ നോക്കുക. തൊട്ട താഴെയുള്ള വൽക്കണ്ണാടിയിൽ നമ്മുടെ മുഖം നമ്മൾ തന്നെ. അതാണ് നീ കാണുന്നത് നിന്നെ തന്നെയാണെന്നുള്ള സങ്കല്പം. അങ്ങനെ കണ്ടതിന് ശേഷം കണി നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്ന ആൾക്കാർക്കും താഴ്ന്ന ആൾക്കാർക്കും ഒക്കെ കൈനീട്ടം കൊടുക്കാം. കൈനീട്ടം കൊടുക്കുമ്പോൾ മുതിർന്നവർ നിങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങളെ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങണം എന്നാണ് സങ്കല്പം. നിങ്ങൾക്ക് മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരെ കാല് തൊട്ട് വന്നിച്ചതിന് ശേഷം വേണം നിങ്ങൾ അവർക്ക് കൊടുക്കാൻ എന്നാണ് സങ്കല്പം. അപ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ മനസ്സിലെ ആന്തരികതയെ മറികടക്കട്ടെ. ഈ വർഷം ഉന്മേഷവും ഉണർവും ഉണ്ടാവട്ടെ. ഓരോ വിഷുക്കാലം നമ്മിൽ നിറയ്ക്കുന്നത് അത് തന്നെയാണ്. ആനന്ദത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കൊല്ലവർഷാരംഭത്തിൽ ഈ വിഷുക്കണി ഒരുക്കണത്. അപ്പൊ നമ്മളിലുള്ള അസുരത്വം, അതായത് ഭയം, അസുരം എന്നുള്ളത് എന്താ, ആസുരിക ഭയമാണ്. അസുരൻ എന്നുള്ളത് ഭയം. അതുപോലെ തന്നെ നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തകളാണ്. അതിനെ ജയിച്ചിട്ട് നമ്മളിലെല്ലാവരിലും നന്മയും സമൃദ്ധിയും സന്തോഷവും ഈ വർഷമല്ലല്ലോ വരും വർഷങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഗംഗാമ്മയുടെ ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് നന്ദി, നമസ്തേ.